ഇന്ന് വന്ന ഒരു പേഷ്യൻ്റ് എന്നോട് ചോദിച്ചു, മോണരോഗം വന്ന എന്താ ഡോക്ടറെ കുഴപ്പം? അപ്പോൾ ഞാനത് സീരിയസ് ആയിട്ട് അതിനോട് പറയാൻ തുടങ്ങിയപ്പോഴവിടുത്തെ അത് കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അതിനെപ്പറ്റി ഒന്ന് അറിവുണ്ടായിരിക്കുന്നത് നല്ലതാണല്ലോ എന്നോർത്താണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. മോണരോഗങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒന്ന്, നമുക്ക് വരുന്നത് ഒരു ബാഡ് ബ്രീത്ത് ഉണ്ടാവും, ഒരു ഹൽറ്റോസിസ് അല്ലെങ്കിൽ ബാഡ് ബ്രീത്ത്. നമുക്ക് വായിൽ വല്ലവരുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആരെങ്കിലും ഒരാൾ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. വായനാറ്റം ഉണ്ടെന്ന് ആരെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്താൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയും. രണ്ടാമത്, നമുക്ക് ചവയ്ക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഗ്രാജുവലി എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലിന് ചുറ്റുമുള്ള എല്ല് പയ്യെ സോഫ്റ്റൻ ചെയ്തിട്ട് പല്ലിന് ഇളക്കം വരും. മൂന്നാമത്, പല്ല് കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നാലാമത്, നമുക്ക് വരുന്നത് ബ്ലീഡിങ് ഗംസ് ഉണ്ടാവും. ബ്രഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പരസ്യങ്ങളൊക്കെ കാണുന്ന പോലെ പല്ല് തേയ്ക്കുന്ന സമയത്ത് അതിന് ബ്ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബ്ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. തുപ്പുമ്പോഴൊക്കെ നമുക്ക് ആ രക്തമയം വരും. അതല്ലാതെ ഇനി ഒരു സംഗതി എന്നാന്ന് വെച്ചാൽ കക്കയൊക്കെ പിടിച്ചിരിക്കുമ്പോഴാണ് കൂടുതലും മോണരോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ചിരിക്കുമ്പോഴൊക്കെ പല്ലിൽ മഞ്ഞ കളറും ആ കക്കയും വരുന്നതിൻ്റെ നമുക്കപ്പോൾ ബാക്കിയുള്ളവർ കാണുമ്പോഴും കോൺഫിഡൻസോട് കൂടി ചിരിക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരും. ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡെൻ്റൽ ചെക്കപ്പ്, ഡെൻ്റൽ ക്ലീനിങ്ങും പോളിഷിങ്ങുമാണ്. അപ്പോൾ റെഗുലറായിട്ട് നമ്മളൊരു ഡെൻ്റൽ ചെക്കപ്പ് നടത്തുവാണെങ്കിൽ തന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ സംഗതി, അപ്പ് ആൻഡ് ഡൗൺ ബ്രഷിങ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും നിസ്സാരമായിട്ട് കണക്കാക്കുന്ന ഒരു സംഗതിയാണ് ബ്രഷിങ് രീതി. നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ തന്നെ ബ്രഷ് ചെയ്യുക. നമ്മൾ സൈഡിലേക്ക് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഗംസിന് റിസഷൻ ഉണ്ടാകുന്നത്, ഇറങ്ങിപ്പോകാനുള്ള ചാൻസ് കൂടുതൽ, കക്ക പിടിക്കാനുള്ള ചാൻസ് കൂടുതലുമാണ്. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത് ഗം മസാജിങ്. അപ്പോൾ ഇത് വരാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ റെഗുലർ ചെക്കപ്പ്, എവറി 6 months നിങ്ങൾ ചെക്കപ്പ് ചെയ്യുക. സോഫ്റ്റ് ബ്രഷ് കൊണ്ട് സോഫ്റ്റായിട്ട് ബ്രഷ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഗം മസാജിങ് ശീലിക്കുക. താങ്ക് യു.